കണ്ണൂർ അഞ്ചരക്കണ്ടി ടൗൺ ജുമാ മസ്ജിദിൻ്റെ മതിലിടിഞ്ഞു വീണ തലനാരിഴക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടതുമാണ്. അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ. ഈ മതിലിടിഞ്ഞു വീഴുമ്പോൾ അതുവഴി നടന്നു പോകുന്ന ആയിഷ നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. അത്ഭുതകരമായിട്ടാണ് ആയിഷ ആ സന്ദർഭത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. എന്തായിരുന്നു നമ്മളെ ആ സംഭവത്തിൽ രാവിലെ സംഭവിച്ചത്? ഞാൻ മദ്രസ വിട്ടിട്ട് 8:15 വരുത്തുക. അപ്പോൾ അന്നേരം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടാവലുണ്ട് കുറച്ച് കുട്ടികൾ. അപ്പോൾ അവരിപ്പോൾ 8 മണിക്കായി പോക്ക്. അപ്പം ഞാൻ ഒറ്റക്കാണ് വരുത്ത്. അന്നേരം ഞാൻ അവിടെ പൊതുവെ അതിലെ കൂടി നേരെ ഒരു സീബ്ര ക്രോസിലൂടെ ഞാൻ പോക്ക്. പിന്നെ മണ്ണിടിയുന്ന കണ്ട അവിടെ ഒരു ഓവുണ്ട്. അപ്പോൾ അതിലൂടെ മണ്ണിടിയുന്ന ശബ്ദവും കേട്ടിന്. അപ്പോൾ അന്നേരം നേരെ പോയാൽ അതുകൊണ്ട് അപ്പോൾ റോഡ് ക്രോസ് ചെയ്തു. വണ്ടിയില്ലാന്ന് കണ്ടപ്പോൾ റോഡ് ക്രോസ് ചെയ്തു. ഇതിന് മുമ്പിൽ ആയിഷയുടെ മുമ്പിലും രണ്ടാൾക്കാർ നടന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ. അത് ആയിഷ കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. ഇതിങ്ങനെ വീഴുമ്പോൾ തന്നെ ആയിഷൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നോ ഇങ്ങനെ വീഴുന്നുണ്ട് എന്നുള്ളത്? ഞാൻ വിചാരിച്ച് ഇങ്ങനെ മണ്ണിടിയുന്ന കണ്ടേരം റോഡിങ്ങനെ ഇതാകുന്നു. പക്ഷെ മതിലാന്ന് ഇടുന്നത്. അന്നേരം കടന്നതാണ്. അന്നേരം പേടിച്ചു പോയാ? അത് കഴിഞ്ഞിട്ട് ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം നിൽക്കുന്ന സമയത്ത് എന്നാ തോന്നിയത്? മതിൽ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്നത് കാണുന്നു, ഇപ്പുറം നിൽക്കുന്നു, ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അങ്ങനെയല്ലേ ഉണ്ടാവുക? ഞാൻ അന്നേരം ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു അത്ഭുതകരമായിട്ടാണ് അതിൻ്റെ അന്ന് രക്ഷപ്പെട്ടത് അല്ലേ? അവിടെ ആ സമയത്ത് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരപ്പോൾ വേറെ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞോ? അവിടെ അതിലാരെങ്കിലും ഉണ്ടോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആയിഷ വളരെ എന്താ പറയുക ഒരു ഭാഗ്യം കൊണ്ടാണ്, അതുപോലെ തന്നെ വളരെയധികം ആ സമയത്ത് അവിടെ നിന്ന് ഓടി മാറാൻ ആയിഷക്ക് തോന്നി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വളരെ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു കൃത്യമായ തോതിൽ ഇടപെടൽ നടത്താൻ അവിടെ നിന്ന് ഓടി മാറുന്നു, ആ ഒരു വലിയൊരു അപകടം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും മറ്റ് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ആ CCTV ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, അത്ഭുതകരമായിട്ടുള്ളതാണ്. ആ അത്ഭുതകരമായ സാഹചര്യം, അതായത് അതിനെ ആ വലിയ അപകടത്തെയാണ് ആയിഷ അതിജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. കണ്ണൂരിൽ നിന്നും വീഡിയോ ചാനൽ സ്ലിമേഷ് ചെറുപുഴയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ.